ഇൻസ്റ്റയിൽ കണ്ടൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. പക്ഷേ ചിക്കൻ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടേനും. അപ്പോൾ പിന്നെ വെറൈറ്റി ആയിട്ടൊന്ന് മുട്ട വെച്ചിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് പൊടികളായിട്ട് കുറച്ച് ചിക്കൻ മസാല, മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു 4 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അത് പുഴുങ്ങിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയ്ക്ക് പകരമാണ് ചിക്കൻ ഉപ്പ് കുരുമുളക് ഇട്ടിട്ട് വേവിച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മുടെ മസാല റെഡി. ഇനി ഇതിലേക്ക് ഒരു സോസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മിക്സഡ് ജാറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തിക്കായിട്ടുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയിലേക്ക് ഇത് കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് സാധാരണ ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ ബോൾ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ല് വെച്ചിട്ട് ഓരോന്നായിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൈദയിലും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ഷവർമയുടെ ആ ഒരു ഇത് ടേസ്റ്റ് കിട്ടും. ഇനി നമ്മുടെ മസാല ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചിട്ട് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് ഒരു അടിപൊളി സ്നാക്കാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.